So guys, welcome back to another video. Okay, ഞാൻ ഇന്ന് വന്നതാണ് ടോഡ് 1 എന്ന് പറഞ്ഞ മൗസ്. ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാനായിട്ട് ഐ തിങ്ക് ഐ ആം യൂസിങ് ദിസ് ഫോർ പാസ്റ്റ് 2 months, 2.5 months ഞാനിത് യൂസ് ചെയ്യുക. സോ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. So I think this is a most affordable budget wireless rechargeable mouse. എന്ത് പേര് ഞാൻ പറഞ്ഞു. This is the most affordable wireless mouse എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. യൂസ് എനിക്കിനി വേറെ വല്ലതും ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിനകത്തൊന്ന് പറയാൻ കേട്ടോ. ബട്ട് എൻ്റെ യൂസിന് എനിക്ക് തോന്നിയത് ഏറ്റവും ബെസ്റ്റ് അഫോർഡബിൾ മൗസ് ഇതാ. ആൻഡ് ഐ സജസ്റ്റ് ദിസ്. ബാറ്ററിയുടെ കേസാകട്ടെ, സ്വിച്ചസിൻ്റെ കേസാകട്ടെ, ലേറ്റൻസിയുടെ കേസാകട്ടെ, എന്തിൻ്റെ പേരിലാണെങ്കിൽ ഐ സജസ്റ്റ് ദിസ് മൗസ്. സോ ഞാനധികം പറഞ്ഞ് താമസിക്കുന്നില്ല, നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം. സോ അപ്പോൾ സ്പെസിഫിക്കേഷൻ ഞാൻ ആദ്യം പറയാം. ബ്ലൂടൂത്ത് 5.3 ആണ് വരുന്നത്. പിന്നെ 2.4 GHz വെച്ച് നമുക്ക് കണക്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ. 3 ഡിവൈസ് നമുക്ക് ഈ സാധനത്തെ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നുന്നു ഒരൊറ്റ മൗസ് എനിക്ക് കിട്ടിയുള്ളൂ. ഈ 3 ഡിവൈസ് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൗസ് ഉണ്ടല്ലോ, എനിക്ക് ഒരു സാധനം മാത്രമേ കിട്ടിയുള്ളൂ. ആമസോണിൽ റീചാർജബിൾ ബിൽറ്റ് ഇൻ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. സോ അതെനിക്കൊരു കാര്യം പറയാം കേട്ടോ. നിങ്ങൾ മൗസ് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ മറ്റേ സെല്ല് മാറ്റിയിടുന്നത്, മീൻസ് ബാറ്ററി ഡബിൾ ബാറ്ററി മാറ്റിയിടുന്ന അല്ലെങ്കിൽ ട്രിപ്പിൾ ബാറ്ററി മാറ്റിയിടുന്ന മൗസ് നോക്കി മേടിക്കരുത്. മൗസും കീബോർഡും അതിൻ്റെ മേടിക്കരുത്. ബാറ്ററി പെട്ടെന്നായിരിക്കും ട്രെയിൻ ആയി പോകുന്നത്. 2 മണിക്കൂർ കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്നെ ആദ്യം തീർന്നു. എൻ്റെ തോന്നുന്നു ഒരു ലോജിറ്റെക്കിൻ്റെ ഒരു മൗസ് ഉണ്ടായിരുന്നു. സോ അത് എനിക്ക് ഒട്ടും ബാറ്ററി ഒന്നും 2-3 മണിക്കൂർ കഷ്ടിച്ചൊക്കെ തരും. അത് വല്ലാത്ത കഷ്ടം. 2 ബാറ്ററി അതിനകത്ത് ഇട്ടുകൊണ്ടിരുന്നെന്ന് തോന്നുന്നു. അല്ല, ഒരു ബാറ്ററി കൊണ്ടിട്ടത് കേട്ടോ. പിന്നെ 6 ബട്ടൺസ് ആണ് വരുന്നത്. 8 ബട്ടൺ വെച്ച് മറ്റേ ഓട്ടോ ക്ലിക്കറൊക്കെ വെച്ച് ഗെയിം കളിക്കുന്ന സാധനമല്ല ഇത്. 600 രൂപയുള്ള സാധനത്തിന്. പിന്നെ 3200 വരെ DPI നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ മൾട്ടി ഡിവൈസ് പെയറിങ്, 3 ഡിവൈസ് അപ് ടു പെയറിങ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഡൈനാമിക് RGB, മറ്റേ ഗെയിമിങ് കളിക്കുന്ന അൾട്രാ RGB ഒന്നുമല്ല. കണ്ടി ഇവിടുന്ന് ചെറിയൊരു പച്ചയും മഞ്ഞയും നീലയും ചുമലയും ഓറഞ്ചും ഒക്കെ കത്തും, അത്രേ ഉള്ളൂ. സോ പെട്ടിക്കകത്തൊക്കെ കാണിച്ചു തരാം. പെട്ടിക്കകത്തോട്ട് വരുന്ന കേസിലോട്ട് വരുമ്പം നമുക്ക് ചെയ്യാം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നെ വന്നിട്ട് കേബിള് എന്തിന് ഫോണിൻ്റെ ചാർജർ വെച്ച് കുത്തിയിട്ടാണ് മതി. 10 വാട്ടിൻ്റെ ചാർജറെ പറ്റില്ല. ആദ്യം കൂടുതൽ മറ്റേ 100 വാട്ടിൻ്റെ ചാർജർ ഒന്നെടുത്ത് വെച്ച് കുത്തിയിടരുത്, ചിലപ്പോൾ അടിച്ചു പോയെന്നൊക്കെ ഇരിക്കും. പിന്നെ യൂസർ മാനുവൽ ഒന്നും വേണ്ട, ഞാൻ പറഞ്ഞു തരാം സാധനങ്ങൾ എന്നാക്കിയാണ്. സോ സൈഡോട്ട് മാറ്റി വെച്ചു. ഓക്കെ, ഇതിൻ്റെ മൗസ് കേസ് വരാൻ നേരത്തെ നമുക്കത് ബാക്കിലാണ് സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. 2.4 GHz ഡോങ്കിളും കൊടുത്തിട്ടുണ്ട്. സോ അത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു കൂരാം. ടൈനി ഡോങ്കിൾ. സോ ഡോങ്കിളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൺ ഓഫ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. RGB ഒക്കെ കത്തും കേട്ടോ. ഓക്കെ, ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. RGB സ്റ്റേജിലോട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ആദ്യമേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ആദ്യമേ കിട്ടാനായിട്ട് RGB കത്തത്തില്ല കേട്ടോ. RGB കത്തത്തില്ല. നിങ്ങൾക്ക് ആദ്യം മൗസ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് RGB കത്തത്തില്ല ഈ സാധനത്തിനകത്ത്. പേടിക്കേണ്ട, പറഞ്ഞുതരാം സംഭവം എന്താണെന്ന്. ഞാനപ്പോൾ ആദ്യമേ കണക്ട് ചെയ്ത് നോക്കുന്നത് എൻ്റെ ഫോണായിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാപ്ടോപ്പൊക്കെ കറണ്ട് പോയി കിടക്കുമായിരുന്നു വന്ന സമയത്ത്. അപ്പോൾ ഞാൻ ഫോണായിട്ടാണ് ആദ്യമേ കണക്ട് ചെയ്തത്. ഫോണായിട്ട് ആദ്യം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ RGB കത്തി. അപ്പോഴാണ് RGB കത്തി. ജസ്റ്റ് ഓൺ ചെയ്ത് നിങ്ങൾക്ക് RGB കത്തത്തില്ല. അതെനിക്കൊന്ന് പറയാനുണ്ട്. ജസ്റ്റ് ഓൺ ചെയ്ത് വെച്ചാൽ RGB കത്തത്തില്ല. നിങ്ങൾ ഡിവൈസായിട്ട് കണക്റ്റ് ആയാൽ മാത്രമാണ് ഇത് RGB കത്തത്തുള്ളൂ. സോ ആ ഒരു സാധനം മൈൻഡിൽ വെക്കുക. RGB കത്തണമെങ്കിൽ ആ പരിപാടിയൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ കുറച്ച് നേരം നമ്മൾ ഉപയോഗിക്കാതെ യൂസ് ചെയ്യാതിരുന്ന RGB ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. മൗസും ഓഫ് ആവും. പിന്നെ നമ്മുടെ മൗസ് ജസ്റ്റ് ഒരു ക്ലിക്ക് നമ്മൾ പോയി ചെയ്താൽ മതി, അല്ലെങ്കിൽ ജസ്റ്റ് അനക്കിയാൽ മതി. അപ്പോഴേ നമ്മൾ ഈ മൗസ് ഓൺ ആകത്തുള്ളൂ. അങ്ങനെയൊക്കെ ഒരു
ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തു. എപ്പോൾ നോക്കിയാലും ഓണായി കിടക്കേണ്ട സാധനമാണ്, പക്ഷേ ബാറ്ററി സേവ് ചെയ്യാനായിട്ടാണ് തോന്നുന്നു ഇത് അങ്ങനെ പോകുന്നത്. ഇപ്പം ഞാൻ തന്നെ ഈ പറഞ്ഞ സാധനം കഴിഞ്ഞ 2 മാസമായിട്ട് ഞാൻ പറഞ്ഞില്ല, 2.5 മാസമായിട്ട് ഈ സാധനം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഉപയോഗിച്ചത് വെച്ച് ഞാൻ ആകെ 2 പ്രാവശ്യം കുത്തിയിട്ടുള്ളൂ. ഇപ്പം ഇതിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 1 eternity later. 46%. ഞാൻ കഴിഞ്ഞ 12 ദിവസം മുമ്പെക്കാണ്ട് ഞാൻ കുത്തിയിട്ട സാധനം ഇത്. ഇപ്പം 46%. ഞാൻ പറഞ്ഞില്ല, RGB ഇട്ടാണ് ഞാൻ ഫുള്ള് യൂസ് ചെയ്യുന്നത്. ഇപ്പോഴും RGB ഓണം. RGB ഇട്ടാണ് ഞാൻ ഈ ഫുൾ സാധനം യൂസ് ചെയ്യുന്നത്. സോ അതപ്പോൾ നിങ്ങൾ അതൊന്ന് മൈൻഡ് വെക്കുക. ഞാൻ ബ്ലൂടൂത്ത് എല്ലാം ഇട്ടേക്കുന്നത്. ഇടയ്ക്ക് 2.4 GHz ആക്കിയായിരുന്നു. എനിക്കപ്പോൾ ഇതിൻ്റെ ലേറ്റൻസിയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഒട്ടും ലേറ്റൻസി ഇല്ലെന്ന് എനിക്കറിയാനുള്ളൂ. ബ്ലൂടൂത്തിൽ ഉപയോഗിക്കുകയാണെങ്കിലും 2.4 GHz ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഒട്ടും ലേറ്റൻസി കിട്ടത്തില്ല. സോ ഇഫ് യു വാണ്ട് ടു ഗെയിം 2.4 GHz ആക്കിയിട്ടിട്ട് ഗെയിം കളിക്കാൻ ഞാൻ പ്രിഫർ ചെയ്യത്തുള്ളൂ. ഞാൻ അങ്ങനെയാണ് കളിച്ചത് ഗെയിം. സോ അതൊക്കെ നോക്കുക. ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വയറ് ജസ്റ്റ് ലാപ്ടോപ്പ് കുത്തുക, ചാർജ് ആയിക്കോളും. നമുക്ക് ആ ഒരു സ്പോട്ടിൽ തന്നെ ഉപയോഗിക്കാനും പറ്റും. ഫസ്റ്റ് ചാർജ് ചെയ്തിട്ട് ഒന്ന് ഫുൾ ചാർജ് ചെയ്തിട്ട് ഉപയോഗിക്കാവുള്ളൂ. അതൊന്ന് മൈൻഡ് വെച്ചോളൂ. അതാണ് എല്ലാ സാധനവും അങ്ങനെ ഉപയോഗിക്കേണ്ടത്. സോ അതാണ് എനിക്ക് നല്ലത്. പിന്നെ DPI ബട്ടൺ താണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, ലെഫ്റ്റ്, ബാക്ക്, ഫ്രണ്ട് എല്ലാം യൂസ്. ഞാൻ ഈ കഴിഞ്ഞ വീഡിയോ എല്ലാം ഞാൻ ഈ മൗസ് വെച്ച് എഡിറ്റ് ചെയ്തു. ഞാൻ ഇനി മൗസ് വെച്ചാൽ എനിക്ക് ഐ ലവ് ദിസ് മൗസ്. വാട്ട് ടു സേ, ഐ ലവ് ദിസ് മൗസ്. സോ മേടിക്കേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, പോയി മേടിച്ചോളൂ. സോ ഗൈസ്, അപ്പോൾ ഈ സംഭവം കണ്ടോ, ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം പറയാം. ഫസ്റ്റ് നമ്മുടെ ബാക്ക് സൈഡിൽ ഉണ്ട്, ഇവിടെ ഇങ്ങനെ സ്വിച്ചസ് ഉണ്ട്. 2 സ്വിച്ചസാണ് മെയിൻലി വരുന്നത്. ഓണ്, ഓഫ്, പിന്നെ RGB ലൈറ്റിങ്ങിൻ്റെ ഒരു സ്വിച്ചും. പിന്നെ നമുക്ക് വരുന്നത് ടോഡ് 1, ടോഡ് 1+, 2.4 GHz. ഞാൻ പറഞ്ഞില്ല 3 ഡിവൈസ് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ 3 ഡിവൈസെ നമുക്ക് സീംലെസ് ആയിട്ട് സ്വിച്ച് ചെയ്യാനായിട്ട് ഉള്ളൊരു സ്വിച്ച് ഇവിടെ മണ്ടയ്ക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ഞാൻ സാധനം ഓൺ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത്, RGB ഓൺ അല്ല. ഇപ്പം ഞാൻ ബ്ലൂടൂത്ത് വഴി ലാപ്ടോപ്പായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് ഇത് കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. സോ ഇനിയാണ് പെയറിങ്ങിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. നിങ്ങൾ 2.4 GHz ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ സാധനം നേരെ എടുക്കുക, കൊണ്ട് ഡിവൈസിൽ കുത്തുക. നിങ്ങളുടെ ഏതാണ് ഡിവൈസ് അത് കുത്തുക. എന്നിട്ട് ഈ ബട്ടൺ കണ്ടോ ഇവിടുത്തെ, ഈ ബട്ടണിൽ ഒന്ന് ഞെക്കുക. ഇപ്പം പോയേക്കുന്ന ടോഡ് 1+ എന്ന് പറഞ്ഞ സാധനത്തിലോട്ട്. ഇനി നമുക്ക് 2.4 GHz ആക്കണമെങ്കിൽ വീണ്ടും ഒന്നും കൊണ്ടേക്കണം. അപ്പോൾ പച്ച കത്തിയ 2.4 GHz പോയിട്ടുണ്ട്. സോ ഇപ്പോൾ 2.4 GHz നിൽക്കുന്നത്, അതാണ് പച്ചതായിട്ട് കത്തുന്നത്. സോ ഇതിപ്പോൾ നിങ്ങൾക്ക് RGB ഓൺ ചെയ്യണമെങ്കിൽ RGB ഓൺ ചെയ്തു ഒക്കെ ഇവിടെ. എന്നിട്ട് ഈ സാധനം എടുത്ത് നിങ്ങളുടെ ഡിവൈസിൽ കുത്തുക. ഇനി പെയറിങ്ങിൻ്റെ കാര്യം പറയാം. ബ്ലൂടൂത്ത് വഴിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പെയർ ചെയ്യാൻ പറ്റും. സോ അപ്പം ഇവിടെ ടോഡ് 1 ഇപ്പം എൻ്റെ ലാപ്ടോപ്പായിട്ട് കണക്ട് ആയതുകൊണ്ട് RGBയും കാര്യങ്ങളൊക്കെ ഓൺ ചെയ്തിട്ടിരിക്കുന്നുണ്ട്, കത്തുന്നുണ്ട്, ഇവിടെ കാണാം. ഇനി ഞാൻ ടോഡ് 1+ ആക്കാം. ഇപ്പം ടോഡ് 1+ ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് മോഡ് മാത്രമേ ഞാനിപ്പോൾ ഓൺ ചെയ്തിട്ടുള്ളൂ. ഇനി പെയറിങ്ങിലോട്ട് മാറ്റണമെങ്കിൽ അത് ലോങ് പ്രസ് ചെയ്യണം. അപ്പം ഞാൻ ഈ ഫോൺ എടുത്ത് കണക്ട് ചെയ്ത് കാണിച്ചത്. ഫോണിലാണ് ഇപ്പോൾ കണക്ട് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നേരെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക. സെറ്റിങ്സിലോട്ട് പോവുക. ടോഡ് 1+, ഇവിടെ ടോഡ് 1+ എന്ന് പറഞ്ഞാൽ കിടപ്പുണ്ട്. ജസ്റ്റ് കണക്ട് ചെയ്യുക. പെയറിങ്. സോ പെയർ കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ മൗസ് വന്നിട്ടുണ്ട്.
മൗസ് കണ്ടോ മൗസ് ദിസ് ഈസ് ജസ്റ്റ് ഓൺലി പെയറിങ് അല്ലേ. ബാക്ക് സ്വിച്ച് എല്ലാം ഉണ്ട് നമുക്കിത്. എന്ത് ബാക്ക് അടിച്ച് കാണിക്കാം. ഈ സ്വിച്ച് ബാക്ക് സ്വിച്ച് ആയതുകൊണ്ട് നമുക്കിത് ഡയറക്റ്റ് ബാക്കിലോട്ട് പോയാൽ ഈസി ടു യൂസ്. കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നല്ല പോളി സാധനമാണ്. ഇനി ബാക്ക് അടിച്ച് ഇങ്ങനെയൊക്കെ പോവാം. ഉണ്ടോ നിസ്സാരമായ വിലയേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ലൊരു ബഡ്ജറ്റ് RGB ഗെയിമിംഗ് മൗസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ സാധനം എടുക്കാം. ഐ സജസ്റ്റ് ദിസ് ബ്രോ, ഐ സജസ്റ്റ് ദിസ്. പിന്നെ ഈ മൈക്ക് ഒരു ബഡ്ജറ്റ് മൈക്ക് വേണമെങ്കിൽ അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഇവിടെ വരും, അത് പോയി കണ്ടോ. സോ അത്രയും എനിക്ക് പറയാനുള്ളതേ. ബൈ.